ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ ബാറ്ററി കരുത്തനായ ഡിവൈസാണ് പോക്കോ M8 പവർ. അപ്പോൾ പോക്കോ ഏറ്റവും പുതിയ ഡിവൈസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത ഫസ്റ്റ് തിങ് 8000 mAh ബാറ്ററിയുടെ ലാർജ് കപ്പാസിറ്റി ബാറ്ററിയാണ്, 45 വാട്ട് ചാർജിങ് ഉണ്ട്. എന്നാൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇതിന്റെ വില അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല. എന്നാലും ഏതാണ്ട് പ്രൈസ് പറയുന്നത് അറൌണ്ട് 25,000 to 30,000 റുപ്പീസിന്റെ ഉള്ളിലായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചാണ് പോക്കോ ടാർഗറ്റ് ചെയ്യുന്നത്. എഗെയിൻ ഇപ്പോഴത്തെ പ്രൈസ് റൈസ് കാരണം ഒരു ഫോണിന്റെ പ്രൈസ് പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുകയാണ് നമുക്ക്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡിവൈസിന്റെ വില 25,000 to 30,000 രൂപയ്ക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ അൺബോക്സിംഗ് നമുക്ക് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോക്കോ M8 പവർ ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് പോക്കോ M8 പവറിന്റെ ബോക്സ് പാക്കേജിങ്. പോക്കോ M8 പവർ 5G ഇത് ചെയ്യണം, അവിടെ സൈഡിൽ എഴുതിയണം. ബോക്സിന്റെ ബാക്കിൽ നമുക്ക് സ്പെസിഫിക്കേഷൻ വളരെ ക്വിക്കായിട്ട് ഒന്ന് നോക്കാം. 8000 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്, AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, സ്നാപ്ഡ്രാഗൺ 4 Gen 4, 16 GB അപ് ടു റാം വരുന്നുണ്ട്, 50 മെഗാപിക്സൽ AI ക്യാമറാസ്, 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ, IP65 ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, Gorilla Glass 7i ആണ്, ഹൈപ്പർ OS ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബ്ലേസ് ഓറഞ്ച് ആണ്, 8128 ആണ്. അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനിഷ് കളർ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ബ്ലാക്ക് കളേഴ്സും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, റീൽ നമ്മൾ ചെയ്തായിരുന്നു, ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഡിഫറെൻറ്റ് കളേഴ്സ് ഈ പോക്കോ M8 പവറിൻ്റെ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ പോക്കോൻ്റെ ചെറിയ കേസാണ്. ഇതിനകത്ത് വരുന്നത് നമുക്ക് ഒരു സിം ഇജക്റ്റ് പിൻ ഉണ്ട് ഇവിടെ. അതുകൂടാണ്ട് തന്നെ നമുക്ക് മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ, ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ, നല്ല ഒരു ബ്ലാക്ക് TPU കേസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിവൈസാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഒരു 45 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്, 45 വാട്ട് അഡാപ്റ്റർ, പിന്നെ ചാർജിങ് കേബിളുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് ഓറഞ്ച് കളർ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓറഞ്ച് കളറാണിത്, ബ്ലേസ് ഓറഞ്ച്. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് എന്ന് പറയാം. ഇവിടെ പോക്കോൻ്റെ ബ്രാൻഡിങ് കാണാം. ഈ ഒരു ക്യാമറ ലേഔട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അങ്ങനെ ബോക്സ് ആക്കി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ 50 മെഗാപിക്സൽ ക്യാമറ ആണ്, LED ഫ്ലാഷ് കാണാം. ഈ ഒരു ഫിനിഷ് നല്ലൊരു മാറ്റ് ഫിനിഷാണ്, നല്ല ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. 6.9 ഇഞ്ചസ് ലാർജ് ഡിസ്പ്ലേ ആണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഹെവിനെസ് ഒന്നും തോന്നില്ല. അത്യാവശ്യം നല്ല സ്ലിം ഡിവൈസ് ആണ്. അതേപോലെ തന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും കുഴപ്പമില്ല എന്ന് പറയാം. നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്യാമറ ലേഔട്ട് ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. താഴത്ത് നമുക്ക് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. ഇവിടെ സിം ട്രേ കാണാം. പിന്നെ ഇവിടെ സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് കാണാം. ഇവിടെയാണ് പവർ, മുകളിൽ നമുക്ക് IR ബ്ലാസ്റ്റർ ആണ്. ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. ഇനി ഫ്രണ്ടിൽ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ലാർജ് 6.9 ഇഞ്ചസ് ഡിസ്പ്ലേ കാണാം. ഇവിടെ താഴത്തെ ബെസൽസ് കുറച്ചധികമാണ്, സൈഡിൽ കുഴപ്പമില്ല. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ Gorilla Glass 7i സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസും ബിൽഡ് ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് ഫിനിഷാണ്, എന്നാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് IP65 റേറ്റിംഗും അവൈലബിൾ ആണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാർജ് ഡിസ്പ്ലേ ആണ്, 6.9 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. അതുകൂടാതെ നമുക്ക് ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല കളേഴ്സ് ആണ്, വളരെ നല്ല കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നല്ല കളേഴ്സാണ്. അതേപോലെ ഇതിൽ നമുക്ക് അപ് ടു 1800 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്കിവിടെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ നമുക്ക് ആക്ച്വലി ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കളേഴ്സൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കളർ സ്കീം കണ്ടില്ലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിവിഡ് സ്റ്റാൻഡേർഡ് മോഡ്, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. അതേപോലെ 120 Hz AMOLED ആണ് കൊടുത്തിട്ടുള്ളത്, നല്ല ഒരു റിഫ്രഷ് റേറ്റ്. പിന്നെ PWM ഡീമിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ടച്ച് റെസ്പോൺസ് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ലാത്ത ഒരു നല്ല ഡിസ്പ്ലേ നമുക്ക് പറയണതിൽ ഒരു സംശയമില്ല. ഓവറോൾ എക്സ്പീരിയൻസും നല്ലതാണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഹൈപ്പർ OS ആണ് വരുന്നത്. ഹൈപ്പർ OSും Android 16 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. എബൌട്ട് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ഇത് വേണം, ആൻഡ്രോയിഡ് ഡീറ്റെയിൽ സ്പെക്സ് എടുക്കാം.
അപ്പോൾ 8 GB റാമാണ് നമ്മുടെ ആൻഡ്രോയിഡ് 16 ആണ്. ഇതിനകത്ത് 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 6 years ഓഫ് സെക്യൂരിറ്റി പാച്ചും ഉണ്ട്. അത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 4+6 കിട്ടുന്നുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്. പിന്നെ ഓവറോൾ UI എക്സ്പീരിയൻസ് നമുക്ക് ടിപ്പിക്കൽ ഒരു ഷോമിന്റെ HyperOS ഡിവൈസ് പോലെ തന്നെ ഒരുപാട് ബ്ലോട്ട്വെയർ ഉണ്ട്. പക്ഷെ നമുക്കിതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. എല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ടിപ്പിക്കൽ പോക്കോയുടെ ഡിവൈസിൽ വരുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് ഉണ്ട്. അപ്പോൾ വൺസ് ഡിവൈസ് ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്ലീൻ UI എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ 4+6 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നത്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ ലാഗോ UI ഇഷ്യൂസോ അങ്ങനെ ഒന്നും തന്നെ ഇതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ M8 പവറിന്റെ. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു പോക്കോ M8 പവറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇനി പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആക്ച്വലി സ്നാപ്ഡ്രാഗൺ 4 Gen 4 ആണ്. പോക്കോ M8 സ്നാപ്ഡ്രാഗൺ 6 സീരീസ് ചിപ്പാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 3 ആയിരുന്നു. ഇവിടെ നമുക്ക് ഒരു ഡൗൺഗ്രേഡ് ആണ് ആക്ച്വലി. സ്നാപ്ഡ്രാഗൺ 4 Gen 4 ആണ് വരുന്നത്. 6 GB റാമും അതേപോലെ 8 GB റാമും ഉണ്ട്. 128 GB സ്റ്റോറേജ് ആണ് വരുന്നത്. LPDDR4X റാമോ UFS 2.2 ആണ്. അതിൽ കൂടുതലൊന്നും ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ട. വളരെ ചുരുക്കം ഫോൺസ് 3.1 തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2.2 ആണ് വരുന്നത്. ഇനി സ്നാപ്ഡ്രാഗൺ 4 Gen 4 എന്ന് പറഞ്ഞാൽ അറൗണ്ട് ആപ്റ്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു 6.5 ലക്ഷം ആ റേഞ്ചാണ്. അപ്പോൾ M8 ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡൗൺഗ്രേഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രൈസ് റൈസ് കാരണം ഇപ്പോൾ കട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. പ്രോസസ്സറിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ഞാൻ നേരത്തെ പോലെ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതും ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ കിട്ടുന്നുണ്ടെന്നാണ് ഇതിലൊരു പ്രത്യേകത. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഒന്നിലും പ്രോസസ്സർ ആയിരിക്കും, അല്ലെങ്കിൽ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേക്ക് പോകും. കാരണം പല ഡിവൈസസ് 30,000 രൂപയുടെ ഫോണൊക്കെ ഡിമെൻസിറ്റി 6300 തന്നിട്ട് HD+ ആണ് വരുന്നത്. ഇവിടെ അറ്റ്ലീസ്റ്റ് AMOLED ഡിസ്പ്ലേ ഉണ്ട്. നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് AMOLED ഫുൾ HD ഡിസ്പ്ലേ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 4 ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ലാഗ് ഒന്നുമില്ല സച്ച്. എന്നാൽ ഗെയിമിങ്ങിനൊന്നും കളിക്കാൻ പറ്റിയ ഒരു ഡിവൈസ് അല്ല. ബേസിക് ടാസ്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഒരു ഹെവി പെർഫോമൻസും നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു പെർഫോമൻസ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. സിംഗിൾ മോണോ സ്പീക്കറാണ്. പക്ഷേ വോളിയം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഹയർ വോളിയം ഉണ്ട്. അപ്പോൾ വോളിയം പെർസെൻറ്റേജ് കൊള്ളാം. എന്നാൽ സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിലൊന്നും തന്നെ വലിയ ഇഷ്യൂസ് ഇല്ല. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാമറയിൽ പോകാം. ഇവിടെ നമുക്ക് 50 MP ഡ്യുവൽ ക്യാമറയാണ്. എന്നാൽ 50 MP പ്രൈമറി മാത്രമേ ഉള്ളൂ. സെക്കൻഡറി ക്യാമറ ഒരു AI ക്യാമറ മാത്രമേ ഉള്ളൂ. 50 MP പ്രൈമറി, റിയർ ഫ്രണ്ട് ക്യാമറ 8 MP ആണ്. 1080p റെസൊല്യൂഷൻ മാത്രമേ വീഡിയോ ഉള്ളൂ. 4K റെക്കോർഡിംഗ് സപ്പോർട്ടഡ് അല്ല. അപ്പോൾ അത് അഗെയിൻ ഒരു ഡൗൺഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. 4K റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളത്. 50 MP ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോട്ട്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രൈമറി ക്യാമറ ഒരെണ്ണേ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ക്യാമറ സാമ്പിൾസ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈവൻ സെൽഫി ക്യാമറ ഏകദേശം ഡീസൻറ്റ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ഒരു ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൈമറി 50 MP ക്യാമറയിൽ ഡീറ്റെയിൽസും ഷാർപ്നെസ് ലെവൽസും ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് ക്യാമറ സാമ്പിൾസും ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി ഫൈനലി ബാറ്ററി ലൈഫിലേക്ക് പോകാം. 8000 mAh ബാറ്ററി. ഇതാണ് വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് എന്ന് പറയാവുന്നത്. 45 വാട്ട് ചാർജിങ് ആണ്. ഇത് ചാർജ് ചെയ്യാൻ അറൗണ്ട് 1 hour 45 minutes എടുക്കും ഫുൾ ചാർജ് ചെയ്യാൻ. കാരണം ലാർജ് കപ്പാസിറ്റി ബാറ്ററിയും അത്യാവശ്യം ഒരു മിഡ് സ്പീഡേ ഉള്ളൂ. 45 watt ഉള്ളൂ. അപ്പോൾ അത് കാരണം നല്ല ടൈം എടുക്കും. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി സ്റ്റെല്ലാർ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പെർഫോമൻസ് ആണ്. 8000 mAh ബാറ്ററി. അപ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ലൈഫാണ് നമുക്ക് ഇതിനകത്ത് ഡെഫിനറ്റ്ലി കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M8 പവറിൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷനും. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിവൈസാണ്. കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഡിസ്പ്ലേ നല്ലതാണ്. ഡിസൈനും ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ക്യാമറാസും ഡീസൻ്റ് ആണ്. ബാറ്ററി ലൈഫ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ ഡൗൺഗ്രേഡ് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൽ പ്രോസസ്സറാണ് ഒരു മേജർ ഡൗൺഗ്രേഡ്. സ്നാപ്ഡ്രാഗൺ 6 സീരീസിന് സ്നാപ്ഡ്രാഗൺ 4 സീരീസിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു മേജർ ഡൗൺഗ്രേഡ് എന്ന് പറയാവുന്നത്. ബാക്കി എല്ലാം കൊണ്ടും തന്നെ എനിക്ക് തോന്നുന്നു പോക്കോ M8 പവർ കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസാണ്. ഈ ഒരു പ്രൈസ് റൈസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ AMOLED ഫുൾ HD ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് തന്നെ വലിയൊരു കാര്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് വെച്ച് നമ്മൾ സന്തോഷിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.